സുജേ, സുജാമണിയെ, ടച്ചിങ്ങിന് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. എന്തുവാ ചേട്ടാ? എന്തുവാ ടച്ചിങ്സോ ഈ സമയത്തോ? എന്തുവാ ഇത്? ഇതാണ് അങ്ങാടിയിട്ട് വാറ്റിയ ഒറിജിനൽ വാറ്റിയാരായം. നീ ഒന്ന് മണിപ്പിച്ച് നോക്കിക്കേ ചേട്ടാ. ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പുറത്തെ ലീല എന്നോട് കുറെ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ അവിടെ കെട്ടിയോനെ എങ്ങാണ്ടൂന്ന് കുറെ ചാരായം കൊണ്ടുവന്ന് കുടിയുണ്ട് ദിവസവും ഇതാണെന്ന് പറഞ്ഞു. ഇത് ചേട്ടൻ പറഞ്ഞ എന്തോ അങ്ങാടിയാന്നോ? ബാറ്ററിയോ അമോണിയായോ അട്ടയോ ഏതാണ്ടിട്ട് വാറ്റിയ ചാരായമാണ്. എന്റെ പൊന്നി ചേച്ചി, അവിടെ ഭയങ്കര മേളമാണെന്നാ ലീല പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ശരിയല്ല, ഇത് ശരിയല്ല. തുളസേട്ടന് ഒരുപാട് അസുഖങ്ങളുള്ളതാണ്. നിർത്തിക്കോ, അതാ ചേട്ടന് നല്ലത്. നീ എന്നെ ഭരിക്കാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും. എനിക്കിനി 3000 രൂപയാണ് സർക്കാർ പെൻഷൻ തരാൻ പോകുന്നത്. ആ 3000 രൂപ വാങ്ങിച്ച് ഞാൻ ആവശ്യം പോലെ കുപ്പി വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കും ഞാൻ. അതുകൊണ്ട് ഇയാളുടെ പണി നോക്കിയിരി. അനുമോളെ, മോളെ, നിന്നോടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. പപ്പ ഉണ്ടല്ലോ, ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് എന്നും വാറ്റുചാരായം എവിടുന്നാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ലീല എന്നോട് പറഞ്ഞു, നമ്മുടെ അപ്പുറത്തെ ലീല പറഞ്ഞു, അവിടെ കെട്ടിയോനും വാങ്ങിച്ച് കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടുന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഏതാണ്ട് അമോണിയ കണ്ടിട്ട് കലക്കിയത് വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ. ദിവസം വാങ്ങിച്ചിട്ടൊന്ന് കുടിച്ചോളുക. എന്തുവാന്ന് എനിക്കത്. ഞാനിപ്പോ എന്തോ ചെയ്യണമെന്ന് ഓർത്ത് നിന്നെ ഒന്ന് വിളിച്ചതാ. ഈ മരുന്ന് കഴിക്കുന്ന മരുന്നിന്റെ പുറത്തിരിക്കുന്ന ഈ പപ്പായോ? ആ, വാറ്റുചാരായം. ആ, ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ മമ്മി. മമ്മി ഒരു കാര്യം ചെയ്യ, ലീല ആന്റിയോട് ചോദിച്ചിട്ട് പോയി എവിടാന്ന് വെച്ചാ കണ്ടുപിടിച്ച് 4 ഉണത്തം കൊണത്ത്. അത് കഴിയും പോലീസ് എക്സൈസുകാരുടെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു തരാം. നമുക്ക് വിളിച്ചിട്ട് പിടിപ്പിക്കാം. അവര് വന്ന് പിടിച്ചോണ്ട് പൊക്കോളും. ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഈ മരുന്നിന്റെ പുറത്തിരിക്കുന്ന പപ്പ ഇങ്ങനെ തുടങ്ങിയാ ഇത് ശരിയാവത്തില്ല മമ്മി. എന്നാ ഞാൻ അങ്ങനെ ചെയ്യാം മോളെ. ഹലോ, ഇവിടെ ആരും ഇല്ലയോ? 1 ആണോ 2 ആണോ വേണ്ടിയത്? ആഹാ, നിനക്ക് എന്തോ ഇവിടെ കാര്യം? അപ്പൊ നിങ്ങളാന്നോ വാറ്റുകാരി? എന്റെ കെട്ടിയോനെ ദിവസവും അങ്ങനെ കാശ് പിടിച്ച് വാങ്ങിക്കുന്നത് നിങ്ങളായിരുന്നോ? പെണ്ണുമ്പിള്ളെ മര്യാദക്കിരുന്നു. എല്ലാവരോടും കിടക്കുന്ന കളി എന്നോട് കളിക്കരുത്. നിങ്ങളെ ഞാൻ എക്സൈസിനെ കൂടി ഞാൻ പിടിപ്പിക്കുമെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങളെ പെണ്ണുമ്പിള്ളെ, നിങ്ങളുടെ ചട്ടമിത്ര എന്നോട് കാണിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ എക്സൈസിനെ കൂടി ഞാൻ പൊക്കിച്ച് ഇവിടെ നിങ്ങളുടെ വാറ്റ് സാധനങ്ങളുമായി തല വെച്ച് ഇവിടുന്ന് കൊണ്ടുവന്ന പരിപാടി എനിക്കറിയാം കേട്ടോ. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് കേട്ടോ. എന്തോ കുത്തം അറിയാമോ ഈ പെണ്ണുമ്പിള്ള പറയുന്നത്? അയ്യോ എന്റെ ദൈവമേ, ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് കണ്ടാ എനിക്ക് തോന്നുന്നത്. എന്റെ ജീവിതം കൊണ്ട് ഞാൻ പോവാന്നേ. എടി നിക്കടി അവിടെ. നീ എന്നെ കളി പഠിപ്പിക്കാൻ വരുന്നു. നിന്നെ ഞാൻ പഠിപ്പിക്കാതെ നീ എന്നെ ഇവിടെ എന്റെ വീട്ടിൽ നീട്ടം വിളിച്ചേക്ക് നീ പോകുന്നു. നിക്കടി അവിടെ, നിക്കടി അവിടെ. അയ്യോ, ഇത് വലിയ വിനയായല്ലോ. ഇവരെന്റെ പുറകെ വരുവാന്നോ? എന്നെ ദേഹോദ്രം ഒഴിപ്പിക്കുമെന്ന് തോന്നുന്നേ. ഒരു രക്ഷപ്പെടാം.